ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിനുള്ള ഫണ്ട് നിർത്തി ജപ്പാൻ. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി സ്ഥലം പിടിച്ചെടുക്കുന്നതിനെതിരെ ഒരു കൂട്ടം കർഷകർ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജപ്പാൻ സർക്കാർ ഏജൻസിയായ GICA ഫണ്ട് നൽകൽ നിർത്തിയത്. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തതിനാലാണ് കേന്ദ്ര സർക്കാരിന്റെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കുള്ള ഫണ്ട് ജപ്പാൻ സർക്കാർ ഏജൻസിയായ GICA നിർത്തിയത്. ആദ്യം പദ്ധതിക്കെതിരെയുള്ള കർഷകരുടെ പ്രതിഷേധങ്ങൾ തീർക്കാനാണ് GICA കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശം നൽകിയത്. 1 ലക്ഷം കോടിയുടേതാണ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി. ഇതിൽ 125 കോടി രൂപ GICA പദ്ധതിക്ക് വേണ്ടി നൽകിക്കഴിഞ്ഞു. ഇനി നൽകാനുള്ളത് 80,000 കോടി രൂപയാണ്. ഫണ്ട് ലഭിച്ചതോടെ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് പഠിക്കാനായി ഒരു സ്പെഷ്യൽ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി സ്ഥലം പിടിച്ചെടുക്കുന്നതിനെതിരെയാണ് ഒരു കൂട്ടം കർഷകർ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകില്ലെന്ന് പറയുന്നവരും അതേസമയം നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നുണ്ട്. GICAക്ക് കർഷകർ സമർപ്പിച്ച കത്തിലും സർക്കാർ മാർഗനിർദ്ദേശ രേഖകൾ അംഗീകരിക്കുന്നവരെ ഫണ്ട് പിടിച്ചുവെക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. തങ്ങളുടെ ദുരിതം മനസ്സിലാക്കുന്നതിനായി ജപ്പാൻ അംബാസിഡറെ കർഷകർ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ആവശ്യപ്പെട്ട് ഫണ്ട് പിടിച്ചുവെച്ചത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും പദ്ധതി പ്രാബല്യത്തിലാകാൻ വൈകിപ്പോകുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം.